ഒരു സിനിമ കഴിഞ്ഞപ്പോ പിന്നെ സിനിമ കിട്ടാതെ വന്നപ്പോൾ നിനക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളും പ്രഷറും ഉണ്ടായോ? ആ സമയത്തില് എനിക്ക് പ്രഷർ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ലത് വന്നാലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പേഴ്സണലി മെന്റലി ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. ആ വെയിറ്റിംഗ് പീരീഡ് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ട്രസിന്റെയും പ്രശ്നങ്ങളായിരിക്കും അത്. ആ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് ഉള്ള ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. കാരണം നമുക്കറിയില്ല ഇത് ക്വിറ്റ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം അറിയാത്തൊരു സംഭവമാണ്. ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ആണ്. വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല പൈസ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ് ഇതിലോട്ട് വരാന്നുള്ളത്. ഇവൻ തോ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഇത്രയും പ്രശ്നമായിട്ടാണല്ലോ നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒബ്വിയസ്ലി ആ ഒരു ടൈം പീരീഡ് ഞാൻ നന്നായിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ തന്നെ ആയിരുന്നു. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് വരുന്ന എല്ലാ സിനിമകളും ചെയ്യാം വരുന്ന എല്ലാ സിനിമയും എടുത്തിട്ട് ചെയ്യാന്നുള്ള തോട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്, അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് സിനിമകളുണ്ടല്ലേ. അപ്പോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. നല്ലത് വന്നിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു.